ഒരു ദിവസം സെർഗി, ഒരു ലോയർ, തെരുവിൽ നടക്കുമ്പോൾ ഒരു പുവർ ഹംഗ്രി ബെഗർ അവനെ നിർത്തി. ആ ബെഗർ മുമ്പൊരു സ്കൂൾ ടീച്ചറായിരുന്നു. എന്നാൽ അവൻ്റെ ജോബ് നഷ്ടപ്പെട്ടു. ബിക്കോസ് കുറേ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവന് നേരെ ഉണ്ടായിരുന്നു. സെർഗിക്ക് ബെഗറിൻ്റെ മുഖം വളരെ ഫെമിലിയറായി തോന്നി. അപ്പോൾ ബെഗർ പറഞ്ഞു കാലുക പ്രോവിൻസിലേക്ക് ജോബ് ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ അയാൾക്ക് ട്രാവൽ മണി ആവശ്യമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് സെർഗി അവൻ്റെ ഷൂസ് നോക്കി. ഒന്ന് ഹൈ ആയിരുന്നു, മറ്റൊന്ന് ലോ ആയിരുന്നു. അപ്പോൾ സെർജിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇതേ ബെഗർ തന്നെയായിരുന്നു പണ്ട് സദോവിയ സ്ട്രീറ്റിലും അയാൾ കണ്ടിരുന്നത്. എന്നാൽ അന്ന് ആ ബെഗർ ഒരു എക്സ്പെൽഡ് സ്റ്റുഡൻ്റ് ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ കാര്യം സെർഗി ബെഗറിനോട് ചോദിച്ചപ്പോൾ അയാളത് ഡിനൈ ചെയ്തു ആൻഡ് അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സെർഗിക്ക് വളരെയധികം ദേഷ്യമായി. കാരണം ആ ബെഗർ പറയുന്നതെല്ലാം കള്ളത്തരമായിരുന്നു. ആൻഡ് ഇതെല്ലാം പോലീസിനെ വിളിച്ച് പറയുമെന്നും പറഞ്ഞ് ബെഗറിനെ ത്രെറ്റൻ ചെയ്തു. ഒടുവിൽ ബെഗർ അതെല്ലാം സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അഡ്മിറ്റും ചെയ്തു. ആൻഡ് അവൻ മുമ്പൊരു കൊയർ സിംഗറായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ എന്നാൽ അയാളുടെ ഡ്രങ്കൺനെസ് അല്ലെങ്കിൽ അയാളുടെ കള്ളുകൂടി കാരണം അയാളുടെ ജോബ് നഷ്ടപ്പെട്ടു. ആൻഡ് അതിനാൽ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ എല്ലാ ദിവസവും ബെഗ് ചെയ്തുകൊണ്ട് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സെർഗി ഇതെല്ലാം കേട്ട് കുറച്ചൊന്ന് ഇമോഷണൽ ആയെങ്കിലും അവനെ വർക്ക് ചെയ്യാൻ വേണ്ടി അയാൾ എൻകറേജ് ചെയ്തു. സെർഗി അങ്ങനെ ആ ബെഗറിനെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെത്തിയ സെർഗി അയാളുടെ കുക്കായിട്ടുള്ള ഓൾഗിനെയും കൂടി വിളിച്ചു. എന്നിട്ട് ആ ബെഗറിനും കുറച്ച് വുഡ് ചോപ്പ് ചെയ്യാനുള്ള വർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബെഗർ ഓൾഗിനെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഷെഡിലേക്ക് പോയി. സെർഗി വിൻഡോ വഴി നോക്കിയപ്പോൾ ഓൾഗ ഒരു വലിയ ആക്സ് എടുത്ത് ബെഗറിനെ മുന്നിലേക്ക് എറിഞ്ഞു. അങ്ങനെ ബെഗർ ആ ആക്സ് പിടിച്ചുകൊണ്ട് വുഡ് ചോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ഗ്രിപ്പ് സ്ലിപ്പായി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഓൾഗ സെർഗിയോട് പറഞ്ഞു, അതായത് ബെഗർ എല്ലാ വുഡും ചോപ്പ് ചെയ്തെന്ന്. സെർഗി ഇത് കേട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയി. ആൻഡ് അയാൾ ബെഗറിന് ഹാഫ് എ റൂബിൾ നൽകി. ആൻഡ് ബെഗറിന് ആവശ്യമെങ്കിൽ എല്ലാ മാസവും ഈ വീട്ടിലേക്ക് വന്ന് ഈ വർക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ബെഗർ ഓരോ മാസവും സെർഗിയുടെ വീട്ടിൽ വരികയും ഓൾഗ അവൻ്റെ വർക്ക് കണ്ടെത്തുകയും ചെയ്തു. 20 മുതൽ 40 കൊപ്പെക്സ് വരെ അവൻ ഏൺ ചെയ്തു. ഹൗസ് ഷിഫ്റ്റിംഗ് സമയത്ത് സെർഗി അവനെ ഫർണിച്ചർ മൂവ് ചെയ്യാൻ വേണ്ടി ഹയർ ചെയ്തു. എന്നാൽ ബെഗർ വളരെ ലേസി ആയിട്ടും മടി പിടിച്ചും ആ വർക്കൊന്നും ശരിയായി ചെയ്തില്ല. അതിനുശേഷം സെർഗി അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലേക്ക് അവനെ വിളിച്ചു. ആൻഡ് സെർഗി ബെഗറിൻ്റെ പ്രോഗ്രസ് കണ്ട് വളരെയധികം ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒടുവിൽ അവൻ്റെ പേരെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ബെഗറിൻ്റെ പേര് ലുഷ്കോഫ് എന്നായിരുന്നു. ആൻഡ് പിന്നീട് സെർഗി അവന് നല്ല ഫ്യൂച്ചറിന് വേണ്ടി അവനൊരു റെക്കമെൻഡേഷൻ ലെറ്റർ നൽകി. അങ്ങനെ അവനൊരു കോപ്പി വർക്കിൻ്റെ ജോബും ഉറപ്പിച്ചു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം സെർഗി തിയേറ്റർ ടിക്കറ്റ്സ് വാങ്ങുമ്പോൾ ലുഷ്കോഫിനെ കണ്ടു. ലുഷ്കോഫ് ഇപ്പോൾ ഒരു ഫർ കോട്ടൊക്കെ ധരിച്ചിട്ടുള്ള ഒരു നോട്ടറി ആയിരുന്നു. അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട സെർഗി വളരെ ഹാപ്പി ആയിട്ട് അവനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. പക്ഷേ ലുഷ്കോഫ് ആ സമയത്ത് ഒരു വളരെ വലിയ സത്യം വെളിപ്പെടുത്തി. അതായത് സെർഗി അവനെ നല്ല വഴിയിലേക്ക് ഗൈഡ് ചെയ്തെങ്കിലും അവനെ രക്ഷിച്ചത് ഓൾഗയായിരുന്നു. അതായത് സത്യത്തിൽ അവന് വേണ്ടി വുഡ് ചോപ്പ് ചെയ്തതെല്ലാം ഓൾഗയായിരുന്നു. ഒരു സെൽഫിഷ് ലേഡി ആവാതെ അവൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു ലേഡിയായിരുന്നു ഓൾഗ. എന്നാൽ ഓൾഗയുടെ കൈൻഡ്നെസ് അവൻ്റെ മനസ്സിൽ ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവൻ സെർഗിയുടെ അടുത്ത് താങ്ക് യു പറഞ്ഞു ആൻഡ് പിന്നീട് തിയേറ്ററിലേക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായിരുന്നു ബെഗറിൻ്റെ കഥ.